വോട്ടർമാരിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷം മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്നും LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പരാമർശിക്കാത്തത് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിംകൾക്കെതിരെ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് പ്രതികരിക്കാത്തത് ലജ്ജാകരമെന്നും ഷൈൻ ടീച്ചർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. എറണാകുളം ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് ചേരുന്നത്. ടീച്ചർ, തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ടീച്ചർ എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉഷാറല്ല? പിന്നെ ഉഷാറായിട്ട് പോകണം. എല്ലാ മണ്ഡലത്തിലും താഴെത്തലം തുടങ്ങിയുള്ള പ്രവർത്തകർ ഏതാണ്ട് 1.5 മാസമായി നല്ല ഫുൾ സ്വിങ്ങിൽ വർക്ക് ചെയ്ത് എല്ലാവരും വലിയ ആവേശത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. നല്ല രീതിയിൽ കുടുംബയോഗങ്ങളടക്കം വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നടക്കുന്നു. ഇപ്പോഴും അതിൻ്റെ പൊതുപര്യടനം അർത്ഥത്തിൽ സമാപിച്ചുവെങ്കിൽ പോലും കുടുംബയോഗങ്ങളിലും ഇനിയും വിട്ടുപോയിട്ടുള്ള കേന്ദ്രങ്ങളിലുമൊക്കെ സന്ദർശനം നടക്കുന്നു. അതുപോലെ തന്നെ തുടക്കം തന്നെ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത് ഒരുപാട് ഗുണം ചെയ്തോ പര്യടനത്തിൽ? തീർച്ചയായിട്ടും. അതായത് തുടക്കം മുതൽ ഏറ്റവും ആദ്യം കേരളത്തിൽ LDF ആണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. യാതൊരു അപശബ്ദവും ഇല്ലാതെ ഏറ്റവും ക്ലിയർ കട്ടായി സ്ഥാനാർത്ഥികളെ 20 പേരെയും പ്രഖ്യാപിച്ചു. തുടർന്ന് ഏതാണ്ട് ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം ആരംഭിച്ചു. ആരംഭിച്ച പ്രവർത്തനം ഫുൾ സ്വിങ്ങിൽ തന്നെ തുടങ്ങി. ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നൊരു സാഹചര്യം. മിക്കവാറും എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും, ഓരോരുത്തരല്ല, ഇൻഡിവിജ്വലായിട്ടല്ല, പക്ഷേ എല്ലാ വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആളുകളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കുറേ ആളുകളെ ഇൻഡിവിജ്വലായിട്ട് ധാരാളം പേരെ, എനിക്ക് തോന്നുന്നൊരു 4-5 ലക്ഷം പേരെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ നിയോജക മണ്ഡലത്തിൽ എത്ര പ്രാവശ്യം പോയി? ആവറേജ് ഒരു 4 റൗണ്ടെങ്കിലും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പൊതുതെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. നമുക്കിപ്പോൾ അറിയാം, ഇന്നലെ രാജസ്ഥാനിൽ മോഡി നടത്തിയ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പരാമർശമുണ്ട്. അതുപോലെ തന്നെ CAA ഉണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ CAA എന്നൊരു വാക്കുപോലും അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നുമില്ല. അപ്പോൾ ഈ സാഹചര്യമൊക്കെ ടീച്ചർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, സങ്കടകരമായൊരു അവസ്ഥയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്യുന്നത് ജനങ്ങളോട് തന്നെ ചെയ്യുന്നൊരു ക്രൂരതയാണ്. അതും ഒരു അതിനിർണായകമായൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ജനങ്ങൾക്കുള്ള ആശങ്ക പങ്കുവയ്ക്കാത്ത ഒരേ ഒരു പ്രസ്ഥാനം ഇപ്പോൾ കേരളത്തിനകത്ത് നമുക്കിപ്പോൾ UDFനെ കാണാൻ സാധിക്കും. ദേശീയ തലത്തിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. പക്ഷേ കേരളത്തിനകത്ത് പോലും അവരുടെ സ്ഥാനാർത്ഥി പര്യടനത്തിനകത്ത് അവരുടെ ഒരു രാഷ്ട്രീയ നിലപാട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. വെറുതെ കയ്യും വീശി DJ ഒക്കെ വെച്ച് അടിച്ചു പൊളിച്ച് പോകുന്നതല്ലാതെ ജനകീയ പ്രശ്നങ്ങൾ ക്യാമ്പയിൻ ചെയ്യേണ്ട ഏറ്റവും സുപ്രധാനമായൊരു സന്ദർഭമാണ് തെരഞ്ഞെടുപ്പുകൾ പൊതുവെ. അതും 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകം. ഇന്നലെ മോദിയുടെ പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും മുസ്ലിങ്ങൾക്കെതിരെ വളരെ വ്യക്തമായി രാജ്യത്തെ സമ്പത്തും രാജ്യവും കൊള്ളയടിക്കുന്ന കൊള്ളക്കാരാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന വളരെ വേദനാജനകമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടാണ് മോദി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനെ കൗണ്ടർ ചെയ്യേണ്ട ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനെ ഒരു തരിമ്പും അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് വളരെ ശോചനീയകരമാണ്, സങ്കടകരമാണ്. അതുപോലെ തന്നെ ഇന്നലെ ടീച്ചർ നടൻ മമ്മൂക്കയെ കണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ? അതെ, അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്ന് പറഞ്ഞു. നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ എല്ലാ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലും വലിയ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. രാജ്യം അതിനിർണായകമായൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ശക്തമായ പ്രവർത്തനം ഉണ്ടാകണം എന്നുള്ള സന്ദേശമാണ് തന്നത്. അവസാനമായി ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്തൊരനുഭവം, പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ ഞങ്ങൾ ടീച്ചറെ കാണാൻ വരുമ്പോൾ കുട്ടികളൊക്കെ ഓടി വന്ന് ടീച്ചറെ കാണുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്? വളരെ ഹൃദയസ്പർശിയായ, ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന് തെളിവുകളായിട്ടുള്ള ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് ഈ തൃക്കാക്കര മണ്ഡലത്തിൽ കറുകപ്പള്ളിയിൽ ജംഗ്ഷനിൽ വെച്ച് വലിയ തോതിൽ ഒരു മുസ്ലിം പള്ളി നിലനിൽക്കുന്ന ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്താണ് നിസ്കാരം കഴിഞ്ഞ ആളുകൾ, വിശ്വാസികൾ ഇറങ്ങുന്ന സമയത്ത് ഉള്ള സ്വീകരണമായിരുന്നു അവിടെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു പെൺകുട്ടി എനിക്ക് ഭരണഘടനയുടെ ഒരു പുസ്തകം, ഒരു കോപ്പി കൊണ്ടെത്തന്നു.
ആ കോപ്പി കൊണ്ടോ തന്നപ്പോൾ നമുക്കുണ്ടായൊരു വൈകാരികമായ ഒരു അവസ്ഥ, അതായത് ജനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയും നിലനിൽക്കണം എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ച്, വോട്ടർമാരെ സംബന്ധിച്ച് അതിനിർണായകമായ അവരുടെ ഡിമാൻഡ്. അതുപോലെ തന്നെ ഇന്നലെ കടമക്കുടി പ്രദേശത്ത് പോയിരുന്നു. അവിടെയും കൊച്ചുകുട്ടികൾ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എഴുതിയിട്ടുള്ള ഒരു കാർഡാണ്, വലിയൊരു കാർഡാണ് എനിക്ക് സ്വീകരണമായിട്ട് തന്നത്. അപ്പോൾ കുട്ടികളുടെ വലിയ തോതിലുള്ള ഒരു കടന്നുകയറ്റം. ബ്രത്തോൾഡ് ബ്രത്തിൻ്റെ പാട്ടിൽ പറയുന്നത് പോലെ വരുമൊരു കാലം മിണ്ടാപ്രാണികൾ സംസാരിക്കും കാലം. അപ്പോൾ മിണ്ടാപ്രാണികൾ പോലും സംസാരിക്കുന്ന ഒരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ മിണ്ടാപ്രാണികൾ പോലും സംസാരിക്കുന്ന ഒരു കാലത്ത് മിണ്ടേണ്ട, ഒച്ചയ്ക്ക് സംസാരിക്കേണ്ട കോൺഗ്രസും UDFും മിണ്ടുന്നില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്ന മോദി രാഷ്ട്രീയം പോലെ തന്നെ ഒരു വെല്ലുവിളിയാണ്, ഇവരുടെ മിണ്ടാട്ടമില്ലായ്മ. തീർച്ചയായിട്ടും ജനങ്ങളത് കാണുന്നുണ്ട്, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗം ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ഇവരുടെ പോളിസി. പ്രകടന പത്രിക ഇറക്കി, അതിൽ പോലും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോൾ മോദിയുടെ ഫാസിസ്റ്റ് നയത്തിനെതിരെ കമ എന്നൊരക്ഷരം മിണ്ടാനുള്ളൊരു കെൽപ്പ് നഷ്ടപ്പെട്ട അത്യന്തം പരിതാപകരമായൊരു സാഹചര്യമാണ് UDFിനുള്ളത്. അപ്പോൾ ഈ ജനങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഇവർക്ക് വോട്ട് ചെയ്യേണ്ടത്? ഇനി അവരുടെ മുന്നിലുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ചെല്ലുന്തോറും BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഉള്ളവർ പോലും ഉറച്ച നിലപാടെടുക്കാത്തൊരു സാഹചര്യം. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തെ ജനങ്ങൾ വിശ്വസിക്കുക? അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് ചേർന്നിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കൊച്ചി.